നീന മാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഉള്ളത് വളരെ ഡെപ്തുള്ള ക്യാരക്ടറാണത്. കാരണം അവര് സ്ക്രീനിൽ ഇല്ലാത്തപ്പോൾ പോലും ആ ത്രൂ ഔട്ട് സീരീസിൽ അവരുള്ള ഒരു ഫീലാണ്. അതെന്തുകൊണ്ടാണെങ്കിൽ അവരുടെ ചിരിയാണ്. ആ ചിരി ഒരു സൈക്കോ ചിരി ഉണ്ടല്ലോ, അതിൽ ആർട്ടിസ്റ്റ് പറയുന്നുണ്ട് അവരുടെ ആ കൊലച്ചിരി, അതാണ് എൻ്റെ അതിൽ ആ കൊലച്ചിരിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അല്ലെ, ആ കൊലച്ചിരിയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. ലാസ്റ്റ് അവസാനത്തെ എപ്പിസോഡിൽ പോലും ആ ചിരിയിലാണല്ലോ അവസാനിക്കുന്നത്. അപ്പോൾ അത് സക്സസ് ആയാൽ മാത്രമേ അത് അത് മുന്നോട്ട് പോവുള്ളൂ. പക്ഷേ ഈ ചിരി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡബ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഡബ്ബിങ് പെർഫെക്റ്റ് ആയാലും ചിരി പോയി കഴിഞ്ഞാൽ ആ ക്യാരക്ടറിലേക്ക് വരില്ല ഒരിക്കലും. പിന്നെ രാധാ മാമിൻ്റെ വോയിസ് ചെയ്യുമ്പോൾ ഞാൻ അത് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കാരണം നീന മാമിൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ഈ ക്യാരക്ടറും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യണോ എന്ന്, അല്ല അത് ചെയ്യണം, കാരണം ചേച്ചി അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ട്രൈ ചെയ്തു. പക്ഷെ അത് കറക്റ്റ് രാധാ മാമിൻ്റെ വോയിസ് അങ്ങനെയായിരുന്നു. കാരണം പൈലറ്റ് കേൾക്കുമ്പോൾ തന്നെ രാധാ മാമിൻ്റെ വോയിസും ആ ദേഷ്യഭാവമൊക്കെ ഉണ്ടല്ലോ അവരുടെ എന്താ പറയുക, അവരുടെ ഫേസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെ കറക്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ശരിക്കും അത് കൊടുത്തത് ആപ്റ്റായിരുന്നു എന്നുള്ളത് ഞാൻ വെബ് സീരീസ് വന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ മനസ്സിലാവുന്നത്.